Welcome to the brand episode of High Tech Channel. My name is Pachu. നമ്മൾ അൺബോക്സ് ചെയ്യാവുന്ന നോയ്സിന്റെ മറ്റൊരു ട്രൂലി വയർലെസ് ആയ ഷോക്ക് നിയോന്റെ അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് വന്നുള്ളത്. ബഡ്ജറ്റ് പ്രൈസിലുള്ള ബ്ലൂടൂത്ത് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കലും കൂടി സ്വാഗതം ഹൈടെക്കിലേക്ക്. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ടില്ല, പ്രോഡക്റ്റ് വരട്ടെ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകാം. ഇത് നോയ്സിൻ്റെ ഷോട്ട് നിയോ എന്നാണ് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ നെയ്ഫ് വന്നിട്ടില്ല, അപ്പോൾ നമ്മൾ നെയ്ഫ് വരട്ടെ. നമ്മൾ നെയ്ഫ് വന്നിട്ട് നമ്മൾ നേരിട്ട് അൺബോക്സ് ചെയ്യാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോയ്സിൻ്റെ എക്സ് എയർ 1 നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രോബ്ലം ആയുള്ളത് അതിൽ ബാറ്ററി ഇൻക്ലൂഡ് അല്ല ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്ത്. അതാണത് ചാർജിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നേരെ വിപരീതമാണ്. ഇതിൽ ബാറ്ററി ഇൻക്ലൂഡ് ആണ്. ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് എവിടെയും യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ള കൂടുതലൊരു ബ്ലൂടൂത്ത് ഡിവൈസ് എന്ന് തന്നെ പറയാം നോയ്സിൻ്റെ ഷോക്ക് നിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിലൊന്നും വരുന്നത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വരുന്നത് പിന്നെ ഇതൊരു ക്യുക്കേഡ് ആണ്. നമ്മളെ പ്രൈസ് മാനുവൽ കാര്യങ്ങളൊക്കെ വരുന്നത് മാറ്റിയേക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് വരുന്നത്. ഇത് നോയ്സിൻ്റെ ഷോക്ക് നിയോ എന്ന് പറഞ്ഞ ട്രൂലി വയർലെസ് ബ്ലൂടൂത്ത് ആണ്. ആൻഡ് ബോക്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലിയൊരു ബോക്സ് ആണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിലായിട്ട് നോയ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ഫോട്ടോസും കാര്യം കൊടുത്തിട്ടുണ്ട്. നോക്സ് നിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ വരുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.0 തന്നെയാണ് വരുന്നത്. IPS5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. 2 ബ്ലൂടൂത്ത് ഡിവൈസ് ആണ് ഇതിൽ വരുന്നത്. 2 ഇയറിൽ വെക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അടി ഭാഗത്ത്. ഞാൻ ഏറ്റവും ഇവിടെ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും ഉള്ള അടിയിലും. അതുകൊണ്ട് ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ 18 അവേഴ്സ് ആണ് നിങ്ങൾക്ക് ഇത് ബാറ്ററി ലൈഫ് വരുന്നത് ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്ത്. അപ്പോൾ 18 അവേഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടുതൽ സമയം കിട്ടുന്നത് തന്നെ പറയാം. ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എക്സാക്ട്ലി പ്രൈസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സൈഡിലും കാര്യങ്ങളും കൊടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ബോക്സ് പാക്കേജ് ചെയ്തിട്ടുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് അൺബോക്സ് ചെയ്യാം. എന്താണ് ഇതിൽ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. നമ്മൾ നെയ്ഫ് എടുത്തിട്ട് എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെയിൽ നമുക്ക് ഓടിക്കാം, എന്നിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഒരു ഇയർപോഡിൻ്റെ ബാറ്ററി 50 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് വരുന്നത് 4.6 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയ ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ ചാർജറിൻ്റെ വെയിറ്റ് വരുന്നത് 31.6 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 18 അവേഴ്സാണ് ബാറ്ററി വരുന്നത്. 6 അവേഴ്സാണ് ഒരു ഇയർപോഡിൻ്റെ ബാറ്ററി പ്ലേ ടൈം വരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററിയും കാര്യങ്ങളും തന്നെയാണ് കിട്ടുന്നത് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂളും വിത്ത് ബ്ലൂടൂത്തും നിങ്ങൾക്ക് കാണാം. ഇയർപോഡിൽ നമുക്ക് 2 ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ബ്ലാക്ക് കളറാണ്. ഓട്ടോ ഫോക്കസ് കുറവുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റായി ബ്ലാക്ക് കളർ ഫിനിഷിങ്ങിലാണ് വരുന്നത്. നമ്മളെ ഇയർപോഡ് 2 ഇയറിൽ എടുക്കുന്നത് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പാക്കേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബോക്സിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് എന്തൊക്കെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നു പറഞ്ഞാൽ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ നോയ്സിൻ്റെ X1 എയർപോഡിൻ്റെ വലിപ്പം കാട്ടിയും ലേശം വലിപ്പം കൂടുതലാണ്. ആൻഡ് പക്ക പ്ലാസ്റ്റിക് തന്നെയാണ്. നമ്മളെ ഈ ഒരു ഇയർപോഡിന് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ആൻഡ് പക്ക പ്ലാസ്റ്റിക് ഇതിന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മാറ്റി വെക്കാം. ആൻഡ് ഒരു ചെറിയൊരു വലിപ്പം കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സ്യൂളും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതുകൊണ്ട് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ എന്തൊക്കെ ബോക്സിൻ്റെ ഉള്ളിലകത്തുനിന്ന് നമുക്ക് കാണിച്ചു തരാം. അത് മാറ്റിക്കട്ടെ. ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് നമുക്ക് മാനുവൽ ക്യുക്കേഡും പിന്നെ ഒരു കാർഡും തന്നെ നമുക്ക് എക്സ്ട്രാ ഇയർബഡ് 2 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്ലൂടൂത്ത് അതിന് ക്യാപ്സ്യൂളും ചാർജിങ് പോർട്ട് കിട്ടുന്നുണ്ട്. നോർമൽ USB ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മളെ ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് വരാം. അതാണ് ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ ഫിനിഷിങ്ങിലാണ് വരുന്നത്. മുകളിലായിട്ട് നോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഉള്ളിലായിട്ട് നമുക്ക് 2 ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്, ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഇയർബഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ഫിനിഷിങ്ങിലാണ്, ഒരു റബ്ബർ ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല. ഓവറോൾ പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഒരു സെൻറ്ററിലായിട്ട് ഒരു LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത് നല്ലൊരു ഫിനിഷിങ് രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അറിയാം. ആൻഡ് ഇതിൻ്റെ ഇയർബഡ് വരുന്നത് കുറച്ചും കൂടി വലിയ ടൈപ്പ് ഇയർബഡ്സ് ആണ് വരുന്നത് നോർമലും കാട്ടിയും. ആൻഡ് ഓവറോൾ പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഫ്ലെക്സിബിളാണ്, പോരുന്നൊന്നുമില്ല.
ആൻഡ് അടുത്തതിന് ഇതുപോലെ തന്നെയാണ് റൈറ്റിന് എഴുതിയിട്ടുണ്ട്. മറ്റേ ഇതിൽ മറ്റേ കൊടുത്തിക്കാണ്, അതുപോലെ ഇതിൽ പ്രിൻറ്റഡ് അല്ല, ഒരു പ്ലാസ്റ്റിക്കിൽ റൈറ്റും ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ് വരുന്നത്, ഫുള്ളി ബ്ലാക്ക് ആണ്. അതിൻ്റെ മുകളിലായിട്ട് നോയ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 LED ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചാർജിൻ്റെ. ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് വരുന്നത് നോർമൽ USB ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്, നോയ്സിൻ്റെ ഒരു സ്റ്റിക്കറും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ഇതാണ് വരുന്നത്, ഓവറോൾ മാഗ്നറ്റഡ് ഒന്നല്ല. ആൻഡ് ഉള്ളിൽ നമുക്ക് ഇതിൽ വെച്ചാൽ തന്നെ ഇതിൽ ലെഫ്റ്റും റൈറ്റും വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലുതാണ് നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് തന്നെ പറയാം. ഇൻക്ലൂഡ് ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ 18 hours ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കും ഇതിൽ ലേശം വലിപ്പം കൂടുതൽ. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. ഈ ഒരു എയർപോർട്ടിൻ്റെ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റേ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിലും വെച്ചാൽ മാത്രമേ ഇത് ചാർജ് കയറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 4 ലൈറ്റ് കത്തുന്ന LED ലൈറ്റ്സ്. ഇപ്പോൾ 3 LED ലൈറ്റാണ് ഇതിൽ കത്തുന്നത്. അപ്പോൾ 3 കട്ടുണ്ട് ബാറ്ററി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എബൌട്ട് 2-1.5 hours വേണം ഈ ഒരു ക്യാപ്സ്യൂൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളി ചാർജ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്കാ പ്ലാസ്റ്റിക്കാണ്, അത്ര നോർമലി നിങ്ങൾക്ക് കാണാം ഉള്ളിൽ ഒരു ബ്ലൂ ലൈറ്റാണ് നിങ്ങൾക്ക് കത്തുന്നത്. ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഓഫ് ആവും. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അറിയാം. ഒന്ന് വീണ് പോകുന്നൊന്നുമില്ല, നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്തുനിന്ന് എത്ര കുടഞ്ഞാലും പോകുന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു ലോക്ക് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് നോയ്സിൻ്റെ എന്ന് അറിയാം. അപ്പോൾ പിന്നെ നമുക്ക് നേരിട്ടിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് കണക്റ്റ് ആയിട്ട് നോക്കാം, എങ്ങനെയാണ് കണക്റ്റും കാര്യങ്ങളും വർക്കിംഗ് കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് നേരിട്ടിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിൻ്റെ ശേഷം ഈ ഒരു ഇയർപോഡ് നമ്മൾ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. എടുത്തതിൻ്റെ ശേഷം നമുക്ക് രണ്ടും എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടും കൂടി പെയർഡ് ആവും. പെയർഡ് ആയതിനു ശേഷം നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. നമ്മൾ ഫോണിലൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരും. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് കുറച്ച് സമയം പിടിക്കുന്നുണ്ട് അതൊരു ഇത് പെയറിങ്ങിലായി വരാൻ. അത് എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസിനും ഉള്ള പ്രശ്നം തന്നെയാണ്. ഫസ്റ്റ് പെയറിങ് ആവും, പിന്നെ അത് പെട്ടെന്ന് തന്നെ പെയറിങ് ആവും. ബ്ലൂടൂത്ത് ഡിവൈസ് നിർത്താം. അപ്പോൾ പെയർഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാധാ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ സൗണ്ട് വോളിയം കൂട്ടാനും കുറക്കാനും അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സെയിം നോയ്സിൻ്റെ X1 എയർ പോഡിൻ്റെ പോലെ തന്നെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് വോളിയം കൂടും. ആൻഡ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ചേഞ്ച് ആവും. അപ്പുറത്തുള്ള ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഫോർവേഡ് ആവും. അതുപോലെ തന്നെ അമർത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് വോളിയം കുറയും. ആൻഡ് 3 പ്രാവശ്യം അമർത്തി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഓണാവും. അപ്പോൾ ഓവറോൾ നല്ലൊരു രീതിയിലുള്ള നോർമൽ എയർ X1ൻ്റെ അതേപോലെ തന്നെയാണ്. ആൻഡ് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ ഏതാണ് നിങ്ങളുള്ളതിൽ അത് കണക്റ്റഡ് ആവും. അത്രയും നല്ലൊരു ടച്ച് ഫിനിഷിംഗ് ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് അതിൻ്റെ മ്യൂസിക് കേൾപ്പിച്ച് തരാം. മ്യൂസിക് ഇത് വരുന്നത് നല്ലൊരു ബേസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഓവറോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. നല്ലൊരു ഹൈ ബാസ് തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടിയും സൗണ്ട് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ടച്ചിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്മൂത്ത് ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ഫിനിഷിംഗ് രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇയർബഡ് വരുന്നത് നല്ലൊരു രീതിയിൽ വെക്കുക. ആൻഡ് ഇത് നമ്മളെ മാഗ്നറ്റിക് ചാർജറാണ്. ഈ മാഗ്നറ്റിക് ചാർജറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും കൊടുക്കുക, തീർച്ചയായും പോയി കാണാം. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് സിം വരുന്നുണ്ട്, നോർമൽ USB ടൈപ്പിന്. ഇത് കുത്തിയതിന് ശേഷം ഈ ഒരു പോർട്ടിൽ ഈ ഒരു മാഗ്നറ്റിക് ചാർജറാണ്. ഇതൊരു ഡാറ്റ കേബിൾ മാഗ്നറ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഇതിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് കയറാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈസി എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു. സൗണ്ട് ക്വാളിറ്റി മിക്കയും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് സൗണ്ട് വരുന്നത്. ഓവറോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ആവും. അതുപോലെ തന്നെ അതിൽ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓവറോൾ 6 hours ആണ് കണ്ടിന്യൂ പ്ലേ അവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിവൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇയർബഡ് നിങ്ങൾക്ക് സ്മോൾ ആൻഡ് ബിഗ് കിട്ടുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾ ഇയറിൽ കറക്റ്റ് ഫിക്സ്ഡ് ആവണമെന്ന് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾ മ്യൂസിക്കും ബേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓവറോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്. എനിക്ക് കറക്റ്റായിട്ട് ബാഡായിട്ട് ഫീൽ ചെയ്തത് ഇതിനൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്, പെട്ടെന്ന് തന്നെ സ്ക്രാച്ചഡ് ആവുന്നുണ്ട്. ആൻഡ് പക്ക ഒരു പ്ലാസ്റ്റിക് ആണ്, അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ല. എന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഇൻക്ലൂഡ് ബാറ്ററി വരുന്നുണ്ട്. നോയ്സ് X1 എയറിൻ്റെ കാട്ടിയും
നല്ലൊരു ഡിവൈസ് തന്നെയാണ് കമ്പാരിസൺ ചെയ്ത് പോകുമ്പോൾ. എന്തായാലും പ്രൈസും കാര്യങ്ങളും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഇതിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 4 to 5 stars ആണ് കൊടുക്കുക. 4 to 5 സ്റ്റാറുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഈ കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങാമെന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോയ്സിൻ്റെ ഷോക്ക് സ്നീയും അതുപോലെ നോയ്സിൻ്റെ എയർപോഡിൻ്റെ രണ്ടിൻ്റെയും ഫുൾ കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഇതുവരെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ചവിട്ടിയിട്ട് അടിച്ചിട്ട് പൊട്ടിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ഈ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും കാര്യങ്ങളും ഭയങ്കര ഉപകാരപ്പെട്ടതാണ്. അടുത്ത ഇൻട്രസ്റ്റ് ടെക് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ തന്നെ ഹൈ ടെക് സൈനിങ് ഓഫ്.